ഇന്ന് നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്യാം. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ചെയ്യാറുള്ളത് പോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഹാർട്ടിൻ്റെ ഷേപ്പ് ഭയങ്കര പെർഫെക്റ്റായിട്ട്, നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡിൽ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര പെർഫെക്റ്റായിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഓഫ് വൈറ്റ് കളറിൽ, ഞാൻ എപ്പോഴും പറയാറില്ല, ഇവിടുത്തെ ക്രീമിന് എപ്പോഴും ഈ ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ കിട്ടുന്നത്. നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്യണമെന്നില്ല, നമുക്ക് പ്യുവർ വൈറ്റ് അങ്ങനെ കിട്ടത്തേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ക്രീമിൽ ഇങ്ങനെ ഫൈനൽ കോട്ടിങ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് റഫായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് മേലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കാം. എഴുതി കഴിഞ്ഞപ്പോൾ സൈസ് കുറച്ച് വലുതായി പോയ പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇത് എടുത്ത് മാറ്റാനൊന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. ഇനി ഫോണ്ടന്റിൽ വരുന്ന കുറച്ച് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സും പിന്നെ റെഡ് കളറിലുള്ള കുറച്ച് ലിറ്റിൽ ഹാർട്ട്സും കൂടെ വരച്ച് കൊടുത്താൽ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഡിസൈൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അപ്പോൾ ശരി, ബൈ.